ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം പല്ലിശല്യം മൂലം പൊറുത്തിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. സാധാരണഗതിയിൽ ഒരു എലിയാണെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ബുക്സിൻ്റെയും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെയും സ്മെല്ല്, അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ സ്മെല്ലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ അതൊക്കെ കടിച്ചു പൊട്ടിക്കും, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കടിച്ചു കീറും. അങ്ങനെയുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ നമുക്ക് ചെയ്യും. അതെല്ലാം പോരാഞ്ഞിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്ന ഭക്ഷ്യപദാർത്ഥത്തിലൊക്കെ നമ്മൾ അറിയാണ്ട് തന്നെ വായി വയ്ക്കും. അതുമൂലം തന്നെ ഒരുപാട് മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇതുപോലെ വന്നു കൂടുന്ന എലികളെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് ഈ എലികളെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് കൊണ്ട് തന്നെ നമുക്ക് എലികളെയും അതുപോലെ തന്നെ പല്ലികളെയൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നല്ല കുറച്ച് ടിപ്സുകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണും അതുപോലെ തന്നെ റബ്ബർ ബാൻഡും തുണിയിലേക്ക് ഇടുന്ന ക്ലിപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സ്പൂൺ ഇതുപോലെ വെച്ച് അതിൻ്റെ നടുവിലേക്കായിട്ട് തുണി ക്ലിപ്പൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയൊരു സ്പൂൺ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് 1-2 റബ്ബർ ബാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് കടകളിൽ നിന്നൊക്കെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വാങ്ങുന്നേക്കാളും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി കടയിൽ നിന്നൊന്നും അധിക വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് 2 സ്പൂണും തുണിയിലിടുന്ന ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു തുണി ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഡബിൾ സൈഡ് സെല്ലോ ടേപ്പാണ്. കുറച്ച് കൂടുതൽ അളവ് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക, അപ്പോഴാണ് നല്ല സ്ട്രോങ് ആയിട്ട് അത് നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കിച്ചണിൽ ഇതുപോലെ വാളിൽ ഇതുപോലെ ഒന്ന് വാൾ ടൈലിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആണിയൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ല യൂസുള്ള ഒരു ടിപ്പാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് വാൾട്ടയിൽ ഒട്ടിച്ച പാടെ നിങ്ങളിത് യൂസ് ചെയ്യരുത്. ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് ചുമരിലിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 ടീസ്പൂണോളം കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇതുപോലുള്ള പച്ചമുളക് കാമ്പോട് കൂടി തന്നെ ഞാൻ നന്നായിട്ട് മിക്സിയിലൊന്നും ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് എന്നിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എലിശല്യം മൂലം പല്ലിശല്യമൊക്കെ മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ എലിശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂണോളം സോപ്പ് പൗഡറാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല, സോപ്പ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൾഗേറ്റ് ആണ്. കുറഞ്ഞ അളവ് കോൾഗേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വീട്ടിലൊക്കെ ഉപയോഗശൂന്യമായ ഡേറ്റൊക്കെ കഴിഞ്ഞ് ഇതുപോലുള്ള ഓയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൻമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ടാബ്ലറ്റ്സ് പൊടിച്ചത്, ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓയിൻമെൻറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഓയിൻമെൻറ്റ് ആകുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചൂടോട് കൂടിയുള്ള വെള്ളമാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് കുറച്ച് ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എലീനെയും പല്ലീനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതുപോലെ ന്യൂസ് പേപ്പറിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു കടലമാവിൻ്റെ സ്മെല്ല്, ഈ ഒരു കടല കപ്പലണ്ടിയൊക്കെ എലികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു പദാർത്ഥം ആയതുകൊണ്ട് തന്നെ ഈ ഒരു കടലമാവിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും ഈ ഒരു സ്മെല്ലൊക്കെ ആകർഷിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് കഴിച്ചിട്ട് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികൾ വരാണ്ടായി പോകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഈവൺ ആയിട്ട് ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലൊന്നും എലികൾക്കും അതുപോലെ തന്നെ പല്ലികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ അവർ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും വരില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനിതുപോലെ ചെറിയൊരു സിസേഴ്സ് എടുത്ത് ഇതുപോലെ പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വെയിലത്ത് വെച്ച് പേപ്പർ ഉണക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലാണ്ടെയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉണക്കിയെടുക്കുന്നില്ല. ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഉണക്കിയിട്ടാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാ ന്യൂസ് പേപ്പറൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറും അതുപോലെ തന്നെ കടലമാവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ആകർഷിച്ചുകൊണ്ട് എലി വന്ന് ഇത് കഴിക്കും. ഇത് കഴിച്ച പാടെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലി വരാണ്ടാകും. എലി ഇല്ലാണ്ട് തന്നെ പോകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പേപ്പർ ചുരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന ഈ ഒരു പേപ്പർ എലിശല്യം അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, പെരിച്ചാഴിയൊക്കെയുള്ള ആ ഒരു മാളത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയും പെരിച്ചാഴിയും പല്ലിയും ഒന്നും വരില്ല. നിങ്ങൾ രാത്രി സമയത്ത് ആ എലികളൊക്കെ വരാൻ സാധ്യതയുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും എലി ഇതൊക്കെ കഴിച്ചിട്ട് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും ഉണ്ടാവില്ല. എലി ഉണ്ടാവുക തന്നെ ഇല്ല. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ടിപ്പ് കൊണ്ട്. ന്യൂസ് പേപ്പറിൻ്റെയും അതുപോലെ തന്നെ കടലമാവിൻ്റെയൊക്കെ സ്മെല്ല് ആകർഷിച്ചുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വരിക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എലികൾ ഉണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ അകത്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലും പല്ലികളൊക്കെ വരാൻ സാധ്യതയുള്ള കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തേക്കൊക്കെ ആയിട്ട് നിങ്ങളിതൊന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് എലിശല്യം പല്ലിശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.